Hi guys, welcome back to my YouTube channel. This is Meenu's vlog and Allu's vlog. അപ്പോൾ ഗൈസ്, നിങ്ങളെല്ലാവരും തമ്മിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് കാവിലെ ഉച്ചാരയാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ ബാക്കിലുള്ള ഈ ഒരു അമ്പലത്തിനെയാണ് നമ്മൾ പറയുന്നത് കാവെന്ന്. കാവിലെ ഉച്ചാര അല്ലെങ്കിൽ കാവിലെ ഊട്ട് എന്നും പറയാറുണ്ട് കേട്ടോ. ഗൈസ്, ഓരോ ദൈവങ്ങൾക്കും ഓരോ പേരല്ലേ, അതുപോലെ തന്നെ കാവിലെ ദൈവങ്ങൾക്കും പേരുണ്ട് കേട്ടോ. 3 പേരാണുള്ളത് കാവിൽ. 3 പേരുടെയും പേര് മൂർത്തി എന്നാണ് കേട്ടോ. കാവിലെ മൂർത്തി എന്നാണ് പറയാറുള്ളത്. ഗൈസ്, നമ്മൾ ഈ ഒരു കാവിലെ ഊട്ട് ഒരു ഉത്സവം പോലെയൊക്കെയാണ് നടത്തുന്നത്. അമ്പലത്തിനെ കണക്ക് ഫ്ലോട്ട്, ആന, ചെണ്ടമേള അതൊന്നുമില്ല. നോർമലായിട്ട് ദൈവങ്ങളെ പൂജിക്കുന്ന ദൈവങ്ങളുടെ ഒരു ദിവസം എന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി കൂടുതൽ എനിക്കറിയത്തില്ല. പിന്നെ ഇതിൻ്റെ പേര് കുരുത്തോല പന്തൽ എന്നെങ്ങാണ്ടാണ് കേട്ടോ. പിന്നെ ഇതേ സ്പീക്കറും പാട്ടിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഗൈസ്, ഇതെൻ്റെ കസിൻ സിസ്റ്ററാണ്. പേര് നക്ഷത്ര എന്നാണ്. വീട്ടിൽ വിളിക്കുന്നത് ഡുണ്ടു എന്നാണ് കേട്ടോ. പിന്നെ ഗൈസ്, ഇതാരാണെന്ന് എല്ലാവർക്കും അറിയാലല്ലേ. അതെ ഗൈസ്, ഇത് എൻ്റെ ചുക്കുച്ചനാണ്. ചുക്കുച്ചൻ്റെ ഒറിജിനൽ നെയിം വന്നിട്ട് അഭിഷേക് എന്നാണ് കേട്ടോ. പിന്നെ ഗൈസ്, നമ്മളിതേ ചെയേഴ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന്. ചെയേഴ്സ് എന്തിനാന്ന് വെച്ച് നമ്മൾ കാവിലെ ഊട്ടിന് അന്നദാനം കൊടുക്കുന്നുണ്ടായിരുന്നു ഉച്ചയ്ക്ക് 12 മണിക്ക്. സോ അതിന് വേണ്ടി മേടിച്ചതാണ്. ടേബിളൊക്കെ മേടിച്ചു, പക്ഷെ അതൊക്കെ കൊണ്ടുപോയി ചെയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അതേ ഞാനും ഡുണ്ടും കൂടി ഈ ഒരു മരത്തിൻ്റെ കൊമ്പിലുള്ള ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്യാമറമാൻ ആക്കിയിട്ട് ഡുണ്ടുവിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് ഞാനാണ് ഫസ്റ്റ് ഈ മരത്തിൻ്റെ കൊമ്പിൽ ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് കയറുന്നത് കേട്ടോ. ഉണങ്ങിയിരിക്കുന്ന മരമാണ്. കണ്ടു കഴിഞ്ഞാൽ ഇപ്പം വീഴുമെന്ന് തോന്നും, പക്ഷെ വീഴത്തൊന്നുമില്ല കേട്ടോ. ഉണങ്ങിയിരിക്കുന്ന കമ്പായതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും വീഴാം. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഇതുവരെയും ഞാൻ ഈ ഒരു മരത്തിൻ്റെ കൊമ്പിൽ നിന്ന് ഊഞ്ഞാലാടിയിട്ട് വീണിട്ടില്ല കേട്ടോ. പിന്നെ അതേ ഡുണ്ടു ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഊഞ്ഞാൽ ഇപ്പം കയറുന്നില്ല എന്നാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ടൈം ഇപ്പോൾ 2 o'clock ആയിട്ടുണ്ട് കേട്ടോ. കാവിലെ പ്രധാന പൂജകളെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. ഇതോടുകൂടി കാവിലെ ഉച്ചാര അല്ലെങ്കിൽ കാവിലെ ഊട്ട് കംപ്ലീറ്റ്ലി ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. 1 മണി തൊട്ട് 2 മണി വരെ ആയിരുന്നു കാവിലെ പൂജ ഉണ്ടായിരുന്നത് കേട്ടോ. കാവിലെ പൂജയ്ക്ക് വീഡിയോ എടുക്കാൻ മറന്നുപോയി, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടുമായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ മറന്നുപോയത്. അപ്പോൾ ഗൈസ്, എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന. 2 പൊറോട്ടയും കുറച്ച് ഗ്രീൻ പീസ് കറിയായിരുന്നു ഇന്നത്തെ എൻ്റെ ഡിന്നർ. ഉച്ചയ്ക്ക് അന്നദാനത്തിന് കഴിച്ച ലഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ ദിവസം ഞാൻ കഴിച്ച പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ ഡിന്നറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോഴാണ് ഉറക്കം എണീക്കുന്നത്. സമയം ഇപ്പോൾ 11:50 ഗൈസ്. അല്ലൂസ് രാവിലെ എണീറ്റത് ഫോൺ കാണുവാണ്. അല്ലൂസ് ഹായ് പറഞ്ഞേ. ഗൈസ്, ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഉറങ്ങിപ്പോവും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എണീറ്റിട്ട് മോർണിംഗ് റൂട്ടീനൊക്കെ ചെയ്യാം. അപ്പോൾ ഗൈസ്, മോർണിംഗ് റൂട്ടീനൊക്കെ ചെയ്തിട്ട് ഞാൻ കാവിലോട്ട് പോയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് സ്പീക്കറും ലൈറ്റും ചെയറും കുരുത്തോല പന്തലും ഒക്കെ അഴിച്ചു മാറ്റിയിട്ട് സ്പീക്കറൊക്കെ കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. വർഷത്തിൽ ഒരിക്കൽ വരുന്ന കാവിലെ ഊട്ടായതുകൊണ്ട് അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇന്നലെ ഒരു പൊടി ഉറങ്ങിയിട്ടില്ല. നല്ല ഉറക്കക്ഷീണമുണ്ട് കേട്ടോ എൻ്റെ മുഖത്ത്. അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് പിന്നെ കാണുന്നവരെ ബൈ ഫ്രം മീനൂസ് വ്ളോഗ് ആൻഡ് അല്ലൂസ് വ്ളോഗ്.